ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ താബോർ മല രൂപാന്തരീകരണം നമ്മൾ 3 സുവിശേഷങ്ങളും പലപ്പോഴും വായിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യേശു ഒരു ദിവസം പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ യേശു ഒരു ദിവസം എന്ന് പറഞ്ഞ് എഴുതിയാലും പോരായിരുന്നോ? പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, 6 ദിവസം കഴിഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഒരു വാക്ക് ഒരു താക്കോൽ വാക്കാണ്. അതായത് പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്കിലൂടെ, 6 ദിവസം എന്ന ഈ വാക്കിലൂടെ നമ്മളെ എന്തൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിലൂടെ അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തായിരിക്കും 6 ദിവസം? 6 ദിവസം എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സംഭവം. നമുക്കിതിൻ്റെ ഇണവചനങ്ങളിലേക്കൊന്ന് പോകാം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അവിടെയും ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. വീണ്ടും ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് നമ്മളിത് വീണ്ടും വായിക്കുന്നത്. അവിടെ നമുക്കറിയാം, ലൂക്കാസ്ലീഹ ഈശോയുടെ അപ്പസ്തോലന്മാരിൽ പെടുന്ന ആളല്ല, പൗലോസ്ലീഹയുടെ ശിഷ്യനാണ്. ലൂക്കാസ്ലീഹ എഴുതിയിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഇതാണ് ശരിക്കും ഒരു ക്ലൂ ആണിത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഇതു പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസത്തിന് ശേഷം, അവൻ ഇതു പറഞ്ഞിട്ട്, അപ്പോൾ ഈശോ എന്തോ ഒരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് 8 ദിവസത്തിന് ശേഷം ഈ രൂപാന്തരം നടക്കുന്നു, അല്ലെങ്കിൽ 6 ദിവസത്തിന് ശേഷം ഈ രൂപാന്തരം നടക്കുന്നു. അപ്പോൾ എന്താ ഈശോ പറഞ്ഞു? ഈശോ പറഞ്ഞ ആ വാക്കിലേക്കാണ് ഈ 6 ദിവസം അല്ലെങ്കിൽ 8 ദിവസം എന്നുള്ള ഈ വാക്ക് നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് മറ്റൊരു ദേശത്തേക്ക് നമ്മൾ പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ കേസറിയ ഫിലിപ്പി, സീസറിന് വേണ്ടി ഫിലിപ്പ് രാജാവണത സീസറിയ ഫിലിപ്പി അഥവാ കേസറിയ ഫിലിപ്പി എന്ന പട്ടണത്തിൽ വെച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? എന്നിട്ട് അവർ ശിഷ്യന്മാരോട് ചോദിക്കും, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, പ്രവാചകന്മാരുടെ ഒരുവൻ, സ്നാപക യോഹന്നാൻ, ജെറമിയ, ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. പത്രോസ്ലീഹ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈശോ പറയും, ശിമയോനെ നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തുന്നത്, പകരം എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഇതാണ് ഈശോ പറഞ്ഞ കാര്യം. അന്ന് ഈശോ പറഞ്ഞത് പിതാവായ ദൈവം ഇവിടെ പ്രൂവ് ചെയ്യുകയാണ് താബോർ മലയിൽ വെച്ച്. കാരണം പിതാവായ ദൈവം താബോർ മലയിലെ രൂപാന്തരങ്ങളത്തെ അരുളി ചെയ്യുകയാണ്, ഇവൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അന്ന് പത്രോസ്ലീഹ പറഞ്ഞു, ഈശോ പറഞ്ഞു പിതാവായ ദൈവമാണിത് വെളിപ്പെടുത്തുന്നത്. അത് പിതാവായ ദൈവം ഇവിടെ പൂർത്തിയാകുകയാണ്. പിതാവായ ദൈവം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനും ഞാൻ പ്രസാദൻ, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. അതായത് അപ്പോൾ ഇതൊരു താക്കോൽ വാക്യമാണ്. 6 ദിവസം എന്നത് മറ്റൊരു കേസറിയ ഫിലിപ്പിൽ നമ്മളെ കൊണ്ടുപോകുന്നു, വീണ്ടും താബോറിലേക്ക് കൊണ്ടുവരുന്നു. ഈ വചനത്തിൻ്റെ പൊരുൾ ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് വളരെ സൂക്ഷ്മതയോടെ എഴുതി വെച്ചിരുന്ന ഭാഗമാണിത്. വീണ്ടും ഇതുപോലെ ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു ഭാഗം നമ്മൾ വായിക്കുന്ന പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട് സീനായി മലയിൽ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 16-ാം വാക്യം. കർത്താവിൻ്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. അതുകൊണ്ട് 6 ദിവസം ഒരു മലയെ മുഴുവൻ മേഘം ഇങ്ങനെ മൂടിയിരുന്നു. 7-ാം ദിവസം ദൈവം മോശയെ വിളിക്കുകയാണ്. ഒരു സൂചനയുണ്ട്. ഉൽപ്പത്തിയിൽ നമുക്കറിയാം, 6 ദിവസം അധ്വാനിച്ച ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. ദൈവം ഇറങ്ങി വന്ന ദിവസമാണ് 7-ാം ദിവസം. സാബത്ത് ദിവസം കൂടിയാണ്. ഒരു സൂചന ഈ ഭാഗം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതായത് ഞായറാഴ്ച സാബത്ത് ദിവസം നമ്മളത്ര ദൈവത്തെ കണ്ടുമുട്ടേണ്ട ഒരു ദിവസമായി മാറേണ്ടതാണെന്നും കൂടി ഒരു സൂചന ഈ ഭാഗം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.